ഹ്യൂഗ വംശത്തിന് തന്നെ ഏറ്റവും ശുദ്ധമായ കണ്ണുകളിൽ നിന്നും ഔത്സുക്കിയുടെ ദൈവീക രക്തത്തിൽ നിന്നും ജനിച്ച ഒരു ഒന്നൊന്നര ഡൊജിത്സു. അത് ആത്മാവിൻ്റെ തന്നെ ഒരു പുനർജന്മമാണ്. ബ്യാക്കുഗാൻ മാംസത്തെയും ചക്രയും തുളച്ചു കയറുന്നിടത്ത് ഇത് ഗുരുത്വാകർഷണത്തെ തന്നെ വളയ്ക്കുകയും ആകാശത്തെ വിഭജിക്കുകയും പ്രകാശത്തിൻ്റെ അദ്വൈതമായ കിരണങ്ങൾ ഉപയോഗിച്ച് ലോകങ്ങളെ കീറിമുറിക്കുകയും ചെയ്യുന്നു. ഹാമുറയുടെ പൈതൃകം മുതൽ ടൊണേറിയുടെ കൈകൾ വരെ ചന്ദ്രനെ ചലിപ്പിക്കുവാനും വിധി തകർക്കുവാനുമുള്ള ശക്തി പ്രയോഗിക്കുന്ന സ്വർഗീയ കണ്ണാണ് ഈ ഒരു ഡൊജിത്സു. കേവലം ഷറിൻഖാനോ അല്ലെങ്കിൽ റെനഗനോ അല്ല ഇത്. പുനർജന്മത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുഷ്പം എന്ന ഇരട്ടപ്പേരുള്ള ഉന്മൂലനത്തിൻ്റെ കണ്ണാണിത്. ഇതുണരുമ്പോൾ ആകാശം വിറയ്ക്കുന്നു, ചന്ദ്രൻ പിളരുന്നു, സത്യാന്വേഷിക ഗോളങ്ങളുടെ ശക്തി പോലും അതിൻ്റെ തിളക്കത്തിന് മുന്നിൽ തലകുനിക്കുന്നു. അതെ, ദ വൺ ആൻഡ് ഓൺലി ടെൻസിഗാൻ. ഓക്കെ ഫൈൻ, ടെൻസിഗാൻ നാറൂട്ടോ യൂണിവേഴ്സിലോ സീരീസിലോ അധികം പരാമർശിക്കാത്ത, എന്നാൽ നാറൂട്ടോയുടെ ഏറ്റവും അവസാനത്തെ മൂവിയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു തരം പവർഫുൾ ഡൊജിത്സു അല്ലെങ്കിൽ ഐ ടെക്നിക്കാണ് ഈ പറയുന്ന ടെൻസിഗാൻ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഷറിൻഗനിൻ്റെ മൂർധന്യാവസ്ഥ റെനഗനാണെങ്കിൽ നമ്മുടെ ഹ്യൂഗ ക്ലാനിൻ്റെ കെക്കെ ഗെൻഗയായിട്ടുള്ള ബ്യാക്കുഗാൻ്റെ മൂർധന്യാവസ്ഥയാണ് ഈ ടെൻസിഗാൻ എന്ന് നമുക്ക് ഒരു സമ്മറി രൂപേണ പറയാം. നാറൂട്ടോയുടെ ലാസ്റ്റ് മൂവിയിൽ നിന്നും പിന്നെ ഡേറ്റാ ബുക്കിൽ നിന്നും എടുത്ത ഇൻഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിൻ, ആരൊക്കെയാണ് അത് പ്രോസസ്സ് ചെയ്തിരുന്നത്, അതിൻ്റെ പവർ എന്തൊക്കെയാണ്, അതിന് വല്ല ലിമിറ്റേഷൻസ് ഉണ്ടോ, അതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി വരാം. ആദ്യം ടെൻസിഗാനിൻ്റെ അറിയപ്പെടുന്ന ഒറിജിൻ. ടെൻസിഗാൻ ഡയറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത് റീ ഇൻകാർനേഷൻ ഐ എന്നാണ്. നാറുട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഇത് ഹാമുറ ഔത്സുക്കി അല്ലെങ്കിൽ നമ്മുടെ സേജ് ഓഫ് സിക്സ് പാത്തിൻ്റെ അനിയനായിട്ടുള്ള ഹാമുറ ഔത്സുക്കിയുടെ ആ ഒരു ബ്ലഡ് ലൈൻ ഡൊജിത്സു ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ കണ്ണ് പരാമർശിച്ചിട്ടുള്ളത് ലാസ്റ്റ് നാറൂട്ടോ മൂവിയിലാണ്. കനോൺ ഇവൻ്റായിട്ട് ഈ ഒരു കണ്ണ് കിട്ടണമെങ്കിൽ ഹ്യൂഗ ക്ലാനിൻ്റെയും നമ്മുടെ ഔത്സുക്കി ക്ലാനിൻ്റെയും ചക്ര കോമ്പൈൻ ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെന്നാണ് ഈ ഒരു മൂവിയിൽ അനുസരിച്ച് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മൂവിയിൽ ഹിനാട്ടയുടെ അനിയത്തിയായിട്ടുള്ള ഹനാബിയുടെ ബ്യാക്കുഗാൻ ടൊണേറി എന്ന് പറയുന്ന ആള് തന്നിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് നാറൂട്ടോയുടെ ആ ഒരു യൂണിവേഴ്സിൽ ടെൻസിഗാൻ അവേക്ക് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ടെൻസിഗാൻ അവേക്ക് ആവുമ്പോൾ ടെൻസിഗാൻ ചക്ര മോഡ് എന്ന് പറയുന്ന ആ ഒരു സാധനം അല്ലെങ്കിൽ ആ എനോറമസ് ഒഫെൻസീവ് പവർ ആൻഡ് ഗ്രാവിറ്റി മാനിപ്പുലേഷൻ ഇവർക്ക് ലഭിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഹാമുറ ഔത്സുക്കി ടെൻസിഗാനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഹാമുറ ഔത്സുക്കി ടെൻസിഗാൻ അല്ല ഉണ്ടായിരുന്നത്, ടെൻസിഗാൻ്റെ ഒരു വേരിയൻറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു സൂപ്പർ വേരിയൻറ്റ് മാത്രമാണ് ടെൻസിഗാൻ എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റാ ബുക്കിൽ ഒരിടത്തും പറയുന്നില്ല. എന്നിരുന്നാലും ഹാമുറ ഔത്സുക്കി പാരമ്പര്യത്തിൽ വന്നു കിട്ടുന്ന ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള ഒരു ഡൊജിത്സു ആണെന്നാണ്, അതായത് ഹ്യൂഗ ക്ലാനിന് കിട്ടുന്ന ഒരു ഡൊജിത്സു ആയിട്ടാണ് നമുക്ക് ടെൻസിഗാനെ കണക്കാക്കുവാൻ പറ്റുന്നത്. കുറച്ചുകൂടെ സമ്മറൈസ്ഡ് വേർഷനിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഷാരിംഗൻ മാങ്കിഗ്യോ ഷെരിംഗനോ പിന്നീട് അത് ഇച്ചിരി കൂടെ നാളായത് ഹഷറാമ സെൽസും കൂടെ വരുമ്പോൾ റെനഗനാവുമല്ലേ, അതുപോലെ തന്നെ ഇതിന് മാങ്കിഗ്യോ ഷെരിംഗൻ എന്ന് പറയുന്ന ആ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടെന്നുള്ളൂ. ബ്യാക്കുഗാൻ്റെ കേസിൽ ഇടയ്ക്ക് നിൽക്കുന്ന സാധനമില്ല. ബ്യാക്കുഗാൻ്റെ ഒരു എവല്യൂഷൻ തന്നെയാണ് ഈ പറയുന്ന ടെൻസിഗാൻ. ജനിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈറ്റ് കണ്ണായ ബ്യാക്കുഗാൻ അത് എവോൾവ് ആയിട്ട് ഒരു നീല ഗ്ലോ ചെയ്യുന്ന ഒരു കണ്ണായിട്ട് മാറും. അതാണ് ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് നമ്മുടെ ഈ പറഞ്ഞ ടെൻസിഗാൻ്റെ. നാറൂട്ടോ യൂണിവേഴ്സിൽ കൺഫേംഡ് ആയിട്ടുള്ള, അതായത് കാനോൺ വീൽഡർ ആയിട്ടുള്ള ഈ ഒരു ടെൻസിഗാന് ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ മൂവിയിൽ ടൊണേറി ഔത്സുക്കിയാണ്. അതെ, ആ ഒരു മൂവിയിൽ നമ്മുടെ മൂണിനെ എർത്തുമായിട്ട് കൊളൈഡ് ചെയ്യിപ്പിച്ച് ആ ഒരു ബാലൻസ് ചെയ്യാൻ നോക്കുന്നതാണല്ലോ അതിൻ്റെ സ്റ്റോറി. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ ടെൻസിഗാൻ്റെ പവറാണ്. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിൽ ഇത് ഉപയോഗിച്ച രണ്ടാമത്തെ ആൾ ഹാമുറ ഔത്സുക്കി ആയിട്ടാണ് പറയുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് പറയുന്നത് യൂസ്ഡ് ദ പവർ ഓഫ് ടെൻസിഗാൻ ആൻഡ് സീൽഡ് ആൻഡ് അസോസിയേറ്റഡ് പവർ ഇൻ ടു ആൻ എനർജി വെസൽ എന്നാണ് പറയുന്നത്. അതായത് ഹാമുറ ഔത്സുക്കിയുടെ മെയിൻ കണ്ണ് ഈ പറഞ്ഞ ടെൻസിഗാൻ അല്ല, ടെൻസിഗാൻ്റെ പവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നും അതിനെ സീൽ ചെയ്ത് എനർജി വെസൽ ആക്കിയിട്ടുണ്ടെന്നാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡേറ്റാ ബുക്കിൽ പറയുന്നത്. ഈ രണ്ടുപേർ മാത്രമേ എൻ്റയർ നാറൂട്ടോ യൂണിവേഴ്സിൽ ടെൻസിഗാൻ ഉപയോഗിച്ചതായിട്ട് പറയുന്നുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ അവേക്കൺ ചെയ്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു ബ്ലഡ് ലൈൻ, അതായത് ബ്യാക്കുഗാനെ ഉള്ള ഒരാൾ ഔത്സുക്കി ചക്രങ്ങളെ കോമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു കണ്ണ് അവേക്കൺ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമ്മളെ കാണിച്ചിട്ടുള്ളത്. മൂവിനെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കുറേ ദിവസങ്ങളെടുക്കും ആൻഡ് ഫിസിക്കലി നല്ല പെയിൻഫുള്ളുമാണ്. ഇത് റിവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സുമാണ്. അതായത് ടെൻസിഗാൻ ഉള്ള ഒരാൾക്ക് വീണ്ടും ഇത് ചെയ്തിട്ട് ഇംപ്ലാന്റ് മാറ്റിയിട്ട് ബ്യാക്കുഗാൻ ആക്കാൻ പറ്റും.
ടെൻസിഗാൻ്റെ മെയിൻ പവേഴ്സ് ആൻഡ് എബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ടെൻസിഗാൻ ചക്ര മോഡാണ്, ദ സിഗ്നേച്ചർ സ്റ്റേറ്റ്. ഈ ഒരു ടെൻസിഗൻ ചക്ര മോഡ് ഈക്വൽ ചെയ്യുന്നത് നമ്മുടെ നാറൂട്ടോയുടെ സേജ് മോഡ് പ്ലസ് 9 ടൈൽസ് മോഡിൻ്റെ ആ ഒരു മോഡിനോടാണ്. നമുക്കറിയാം, നോ ജോക്കാണ് നാറൂട്ടോ സേജ് മോഡ് പ്ലസ് 9 ടൈൽസിൻ്റെ ആ ഒരു മോഡ് എടുക്കുമ്പോൾ. അപ്പം ഈ ഒരു ടെൻസിഗൻ ചക്ര മോഡ് അയാൾ യൂസ് ചെയ്തപ്പോൾ, ടൊണേറി യൂസ് ചെയ്തപ്പോൾ ഇൻക്രീസ് ആയിട്ടുള്ള സ്പീഡ്, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി എല്ലാം കിട്ടി, എലോങ് സൈഡ് വിത്ത് ഫ്ലൈറ്റ്. അതോടൊപ്പം തന്നെ ടൂത്ത് സീക്കിംഗ് പവറും കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാ 5 എലമെൻറ്റിൻ്റെയും നേച്ചറിൻ്റെയും കൺട്രോളും പിന്നെ ഇൻ യാങ് ആ ഒരു റിലീസിൻ്റെ എല്ലാ കാര്യങ്ങളും മൂവി കോണ്ടെക്സ്റ്റിലെ ആ ഒരു പവറിന് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ പവർ എന്ന് പറയുന്നത് ഗ്രാവിറ്റി അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ കൺട്രോളാണ്. ഇത് നമ്മുടെ ദേവാപാത്തുമായിട്ട് സിമിലർ ആണ്. അതായത് റിപ്പൾഷൻ കൺട്രോളും എല്ലാം നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എറിയുവാനും അല്ലെ വരുത്തുവാനും ഒക്കെ സാധിക്കും. ഈ ഒരു പവറിൻ്റെ മൂർധന്യാവസ്ഥയായിരുന്നു ആ ഒരു ചന്ദ്രനെ എർത്തുമായിട്ട് കൊളൈഡ് ചെയ്യിപ്പിക്കാൻ തന്നെ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. പിന്നെ കുറേ ഒഫൻസീവ് ടെക്നിക്കും ഈ ഒരു ടെൻസിഗാൻ ഉപയോഗിച്ച് അദ്ദേഹം മൂവിയിൽ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡൻ വീൽ റീഇൻകാർഷൻ എക്സ്പ്ലോഷൻ, സിൽവർ വീൽ റീഇൻകാർഷൻ എക്സ്പ്ലോഷൻ, ലോക്കലൈസ്ഡ് റീഇൻകാർഷൻ എക്സ്പ്ലോഷൻ, ഇതെല്ലാം വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഈ ഒരു ടെൻസിഗാൻ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നത്. ഇനി ടെൻസിഗാൻ്റെ ലിമിറ്റേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം ഇത് പറയുന്നത് ഔട്ട്സുക്കി റെസിപ്പിയൻറ്റും ഹ്യൂഗ ബ്യാക്കുഗാൻ ട്രാൻസ്പ്ലാന്റും ഇതിന് ആവശ്യമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ റെയർ കേസായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു പ്രോസസ്സ് നല്ല പെയിൻഫുള്ളുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കിഷിമോട്ടോ ഇത് സീരീസിലുടനീളം കാണിക്കുന്നില്ല, ഏറ്റവും അവസാനത്തെ ഒരു വജ്രായുധം പോലെ എടുത്തു വെച്ചെന്ന് മാത്രം. ആൻഡ് ഫൈനലി നാറൂട്ടോ ആ ഒരു ടൊണേറി ആയിട്ടുള്ള ഫൈറ്റ് വിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടൊണേറി ബ്യാക്കുഗാനിലേക്ക് റിവേർട്ടായി പോകുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇത് ഫോഴ്സ്ഫുള്ളി നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേർട്ടായി പോകുമെന്ന് അതിൽ നിന്ന് അനുമാനിക്കാം. അതുകൊണ്ട് തന്നെ ഇത് പെർമനൻ്റ് അല്ല. പിന്നെ എല്ലാവരും ചോദിച്ച ചോദ്യങ്ങളാണ് ടെൻസിഗാൻ നമ്മുടെ റിനഗനേക്കാളും സ്ട്രോങ്ങർ ആണോ എന്ന്. കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ റിനഗന് 6 പാത്ത് എബിലിറ്റീസ് പോസസ് ചെയ്യുന്നുണ്ട്, ടെൻസിഗാൻ 6 പാത്ത് എബിലിറ്റീസ് പോസസ് ചെയ്യുന്നുണ്ട്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിനഗനെ പറ്റിയാണ് മെയിൻലി അല്ലെങ്കിൽ മെയിൻ കഥയുടെ നാറൂട്ടോ യൂണിവേഴ്സിൻ്റെ പ്ലോട്ട് പല യൂസേഴ്സിൽ നിന്നും പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതും ഒരു ഗോട്ട് ലെവലായിട്ടുള്ള ജുഡോജിറ്റ്സു തന്നെയാണ്. ബട്ട് റിനഗനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ എഡ്ജ് റിനഗന് തന്നെയായി. ബട്ട് എനിക്ക് തോന്നുന്നത് അത് കൂടുതലും കാണിക്കാത്തതുകൊണ്ട് ആയിരിക്കാം ഞാൻ അങ്ങനെ പറയുന്നതെന്നും കൂടെയുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് റിനഗൻ്റെ കുറേ എബിലിറ്റീസ് ഉണ്ടല്ലോ, ഇതിൽ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവൻ്റോ അതിൽ കാണിച്ചേക്കുന്ന ഒരു അന്യായ സാധനം തന്നെയാണ്. ചന്ദ്രനെ 2 പിളർക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ജോഗുവാൻ ഈ ടെൻസിഗാനുമായിട്ട് റിലേറ്റഡ് ആണോ എന്നാണ്. അല്ല, ഇത് രണ്ട് തന്നെയാണ്. ഇത്രയുമൊക്കെയാണ് നമുക്ക് ടെൻസിഗാനെ പറ്റി അറിയാൻ പറ്റിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു നാറുട്ടോ വീഡിയോസിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബോയ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.